ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചൗമീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെരുവത്തിൽ ഒരു 2 ലിറ്റർ വെള്ളമാണ് ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിവിടെ വെജ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇതന്നെ പാക്കറ്റിൽ എഗ് നൂഡിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എഗ് നൂഡിൽസ് വേണ്ടവർക്ക്, ആ ഫ്ലേവർ വേണ്ടവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജ് നൂഡിൽസ് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിടാം. ഇതൊന്ന് പകുതി പൊട്ടിച്ചിട്ട് വേണം ഇടണമെങ്കിൽ, ഒന്നിച്ച് ഇടരുത്. ഇതിനി ഒരു തിളച്ച് വന്നതിന് ശേഷം ഒരു 4-5 മിനിറ്റ് തിളപ്പിക്കുക. ഒരു 80-85% മാത്രമേ കുക്ക് ചെയ്യാവൂ കേട്ടോ. അതിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്. പിന്നെ അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാവും. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്യുക കേട്ടോ. അതായത് ഒരു 15% കുറവുള്ള രീതിയിൽ കുക്ക് ചെയ്യുക. ഇത് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് വെള്ളം കളയണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അറിയാം. ഇതിങ്ങനെ വല്ലാതെ ഓവറായിട്ട് സോഫ്റ്റ് അല്ല. കുറച്ചിങ്ങനെ ചെറിയൊരു ബലം ഉണ്ടായിരിക്കും. എന്നാൽ വെന്ത് കിട്ടുക വേണം. ഇനി ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. അതായത് ഒരു 10 അല്ലെങ്കിൽ ഒരു 15% വേവ് കുറവുള്ള രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് വരും നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. അതായത് ആ കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് ഇത് ഒന്ന് കഴുകുക. പിന്നെ അതിലത്തെ കൂടുതൽ സ്റ്റാർച്ച് പോകും കൂടി വേണം. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കാം. ഇനി നിങ്ങൾക്കിത് അറിയാതെ കുറച്ച് കൂടുതൽ വെന്ത് പോയി എന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ പാകത്തിനാണ് വെന്തിട്ടുള്ളൂ. ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഇതൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ അരിപ്പയാവ് കാരണം കുറച്ച് എനിക്ക് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്കിത് ഉണ്ടാക്കാൻ എടുക്കുള്ളൂ. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൈദയുടെ ആ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഒക്കെ പോയി കിട്ടും. അതായത് വെജിറ്റബിൾസിൽ കുറേ ഫൈബർ ഉണ്ട്, മൈദയിലാണെങ്കിൽ ഫൈബർ ഇല്ല. അപ്പോൾ കുറേ നല്ല ഫൈബർ ഇട്ടിട്ടുള്ള അതായത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങുന്ന നൂഡിൽസും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നൂഡിൽസും തമ്മിൽ വ്യത്യാസം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അവർ അജിനോമോട്ടോ ചേർക്കും. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ചേർക്കാറില്ല. കുട്ടികൾക്ക് അതുപോലെ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കൊന്നും അജിനോമോട്ടോ കഴിക്കാൻ പാടില്ല. ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പുറമേയുള്ള അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റിന്റെ പകുതി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതി കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങൾക്ക് ഇതിൽ അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിളിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയിട്ടും എടുക്കാം കേട്ടോ. ഒരു 2-3 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് കഷ്ണത്തില് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഇതിന്റെ ഫ്ലേവർ കൂട്ടുന്നതാണ്. അപ്പൊ സ്പ്രിംഗ് ഓണിയന്റെ കൂടെ നമുക്ക് അതിന്റെ അടിയിലൊരു ബൾബ്, അതായത് ആ സവാളുടെ തന്നെ ഒരു പകുതി വെളുത്ത കളറിൽ കാണും. ആ ഒരു സ്പ്രിംഗ് ഓണിയൻ പകുതി, അതായത് അതിന് ബൾബ് എന്ന് പറയാം, അത് ചെറുതായിട്ട് അരിഞ്ഞതും ഇത് കൂടെ ചേർക്കാവുന്നതാണ്.
പിന്നെ കാബേജ് ആണ് വേണ്ടത്. കാബേജും ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ വലുപ്പത്തിലുള്ള കടായി അടുപ്പത്ത് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, കടായി വലുപ്പം ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ കേട്ടോ, അധികം ഒന്നും വേണ്ട. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മൊത്തം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കരുത്, അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ സോഫ്റ്റ് ആയിട്ട് പോവും. അപ്പൊ എപ്പോഴും വെജിറ്റബിൾസ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിരിക്കണം. അപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അതിന്റെ ഇടയിൽ വെച്ചിട്ടായാലും മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കരുത്. അപ്പൊ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ബ്രൗൺ കളർ ആവാൻ പാടില്ല കേട്ടോ, എല്ലാം പെട്ടെന്ന് വഴറ്റണം. സവാളയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റുക. ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയതിൻ്റെ ശേഷം കാബേജ് കൂടി ചേർക്കുക. കാബേജ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. 1 കപ്പ് മുതൽ വേണമെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ ചേർക്കാം. അത് ടേസ്റ്റാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാബേജ് കൂടി 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വഴറ്റുക. ഞാൻ അവസാനം വരെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഫ്ലെയിം ഒട്ടും കുറച്ചിട്ടല്ല. ഇനി ഏറ്റവും അവസാനം മാത്രമാണ് ക്യാപ്സിക്കം ചേർക്കാവൂ. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വഴറ്റുക. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഞാൻ ലേശം സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പിടി ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ. ഇതാദ്യം ചേർക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ചേർക്കുന്നത്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കുക. ടേസ്റ്റ് പാകമാണെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് സോസ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോയാ സോസാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ചേർക്കുക. ബാക്കിയുള്ളതൊക്കെ കുറച്ചാണ് ചേർക്കുള്ളൂ. പിന്നെ ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചും ചേർത്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ വിനീഗറാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ചൗമീൻ അല്ലെങ്കിൽ വേവിച്ച ഈ നൂഡിൽസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കഴിക്കാനുള്ളതുണ്ട്. ഇതിങ്ങനെ ഒരു ഫോർക്കും അതുപോലെ തന്നെ ഒരു കയ്യിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് മിക്സ് ആവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുട്ട ഇഷ്ടമുള്ളവർക്ക് എഗ് ബുർജി ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അത്രയൊരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്